എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മനുഷ്യജന്മത്തിന്റെ മൂല്യത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈശ്വരൻ അനുഗ്രഹിച്ച് നൽകിയ മനുഷ്യജന്മത്തിന്റെ മൂല്യം തിരിച്ചറിയുവാനും അതിനെ വിവേകപൂർവ്വം പ്രയോജനപ്പെടുത്തുവാനും നമ്മൾ പരമാവധി ശ്രമിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ പലതും നമുക്കുണ്ടെങ്കിലും അവയൊന്നും നമ്മൾ തിരിച്ചറിയാതെ എപ്പോഴും സദാസമയവും സ്വന്തം കുറ്റങ്ങളെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചും പരിഭവിച്ച് ആത്മനിന്ദയിൽ മുഴുകിക്കഴിയുന്നവരാണ് കൂടുതൽ പേരും. ജീവിത വിജയത്തിന് ഒന്നാമതായി വേണ്ടത് ആത്മനിന്ദയും പരാജയബോധവും ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് ഒഴിവാക്കിയാൽ തന്നെ പാതി പ്രശ്നങ്ങളും തീരുകയും ചെയ്യും. നമ്മുടെ കഴിവുകളെ കണ്ടെത്തുകയും വളർത്തുകയും വേണം. അതോടൊപ്പം തന്നെ പോരായ്മകൾ എന്താണോ അത് തിരിച്ചറിഞ്ഞ് അവയെ പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളത് കൂടി സ്വയം ആത്മപരിശോധന നടത്തണം. ഈ ഒരു മനോഭാവം നമുക്കുണ്ടായാൽ അധികം വൈകാതെ തന്നെ ജീവിതത്തിൽ വിജയവും സംതൃപ്തിയും ഉണ്ടാകും എന്നുള്ളത് തീർച്ചയായുള്ളൊരു കാര്യമാണ്. നമ്മൾ ഉള്ളിലേക്ക് തന്നെ നോക്കുമ്പോൾ, അതായത് നമ്മുടെ ആത്മാവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നല്ലതും ചീത്തയുമായ പലതും നമുക്ക് ജീവിതത്തിൽ വരുന്നതായും വന്നു കഴിഞ്ഞതായും എല്ലാം കാണാം. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ, ഭംഗിയുള്ള പൂക്കൾ ഒരു ഭാഗത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് മാലിന്യവും ഉണ്ടായേക്കാം. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ചേറിൽ നിന്നാണ് താമര വിരിയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ കുറ്റങ്ങളും കുറവുകളുമാകുന്ന ചേറിൽ നിന്ന് നല്ലൊരു ഭാവിയാകുന്ന താമര വിരിയിക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷ നമ്മൾ ഒരിക്കലും കൈവിടരുത്. നടക്കാൻ പാടില്ലാത്തത് പലതും നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവും. ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ നടക്കാൻ പാടില്ലാത്ത പല ദുരനുഭവങ്ങളും ഉണ്ടാവും. പലതും നമ്മൾ തെറ്റായി ചെയ്തിട്ടുമുണ്ടാവും. അത്തരം ദുരനുഭവങ്ങളുടെ കൈപ്പേറിയ ഓർമ്മകളാകുന്ന കണ്ണാടിയിലൂടെയാണ് നമ്മൾ വർത്തമാന കാലത്തെ കാണുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയെ നമ്മൾ വിലയിരുത്തുന്നതും അതിലൂടെയെല്ലാമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ചിന്തകൾ നമ്മളെ തളർത്തുകയുള്ളൂ. ഒരിക്കലും അതിൽ നിന്ന് നമുക്ക് ഒരു മുന്നേറി വരുവാനായി സാധിക്കില്ല. അതിനു പകരം കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ദൃഢമായി നിശ്ചയമെടുക്കുകയും ചെയ്യുക. ഒരു തരത്തിൽ പറഞ്ഞാൽ തെറ്റുകളും കുറവുകളും ഇല്ലാത്തവരായി ലോകത്ത് ആരും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം. അവയെ കണ്ടില്ലെന്ന് നടിച്ചതുകൊണ്ടോ നിഷേധിച്ചതുകൊണ്ടോ ആ തെറ്റ് തെറ്റല്ലാതെ ആകുന്നില്ല. സ്വന്തം തെറ്റുകുറ്റങ്ങളെ തിരിച്ചറിയുകയും അവയെ അംഗീകരിക്കുകയും വേണം. എപ്പോഴെല്ലാം തെറ്റു പറ്റുന്നുവോ അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് ആ തെറ്റ് തിരുത്തുവാനാണ് ശ്രമിക്കേണ്ടത്. എന്നാൽ അതിന്റെ പേരിൽ അപഹർഷതാ ബോധത്തിന് അടിമയാകുവാനും പാടില്ല. മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്ത് താൻ അവരെക്കാളും മോശമാണ് എന്നുള്ള ചിന്ത ആദ്യം മാറ്റണം. ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് ചിന്തിക്കുകയും അരുത്. നമ്മുടെ കഴിവുകളും നേട്ടങ്ങളും തിരിച്ചറിഞ്ഞ് അവയെ സന്തോഷപൂർവ്വം പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ് പകരം വേണ്ടത്. ഒരു സുഹൃത്തിനോട് നമുക്ക് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ നമ്മൾ തയ്യാറാകും. അയാളുടെ സുഖവും സന്തോഷവും ആയിരിക്കും നമ്മുടെയും സുഖവും സന്തോഷവും. സുഹൃത്തിന് എന്തെങ്കിലും ദൗർബല്യമോ ദുശ്ശീലമോ ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാൻ നമ്മൾ അയാളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. നല്ല സുഹൃത്തുക്കളാണെങ്കിൽ മാത്രം. ദുർബലതകൾക്ക് നേരെ പോരാടാൻ നമ്മൾ അയാൾക്ക് ശക്തി പകരും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അയാൾ മാനസികമായി തകർന്നാൽ, പരാജയം സമ്മതിച്ച് പിന്മാറാൻ തുനിഞ്ഞാൽ അന്നേരം നമ്മൾ സ്നേഹപൂർവ്വം അയാളെ വിഷാദത്തിൽ നിന്ന് കരകയറ്റാൻ കഴിവതും ശ്രമിക്കും. ഇതുപോലത്തെ ഒരു സമീപനം നമുക്ക് ആദ്യം വേണ്ടത് ആരോടാണ്? നമ്മളോട് തന്നെയല്ലേ. നമ്മളെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ ഒരിക്കലും ആത്മനിന്ദ തോന്നാതിരിക്കുക, ഒപ്പം സ്വന്തം ദുർബലതകൾക്ക് നേരെ പോരാടാൻ സ്വയം തയ്യാറാകുക എന്നുള്ളതും കൂടിയാണ്. ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് വിജയം ഒട്ടും അകലെയല്ല എന്നുള്ളത് നിശ്ചയമാണ്. നമ്മൾ ഏത് സമയവും സ്വയം കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അത് നമ്മളെ പരാജയത്തിലേക്കും ദുഃഖത്തിലേക്കും മാത്രമേ നയിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈശ്വരൻ അനുഗ്രഹിച്ച് നൽകിയ മനുഷ്യജന്മത്തിന്റെ മൂല്യം തിരിച്ചറിയുവാനും അതിനെ വിവേകപൂർവ്വം പ്രയോജനപ്പെടുത്തുവാനും നമ്മൾ പരമാവധി ശ്രമിക്കുക തന്നെ വേണം. ഇത്തരം ശ്രമങ്ങൾക്ക് എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സന്തോഷവും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു. നന്ദി.